കുവൈറ്റ് തീപിടുത്തത്തിൽ പരിക്കേറ്റ കൂടുതൽ മലയാളികൾ ഇന്ന് ആശുപത്രി വിടും. ആരോഗ്യനില മെച്ചപ്പെട്ടവരെ വൈകുന്നേരത്തോടെ ഡിസ്ചാർജ് ചെയ്തേക്കും. ഇവരെ കൂടുതൽ സൗകര്യങ്ങളുള്ള മറ്റൊരു ലേബർ ക്യാമ്പിലേക്ക് മാറ്റുമെന്ന് കമ്പനി അധികൃതർ വ്യക്തമാക്കി. അഗ്നിബാധയിൽ പൊള്ളലേറ്റും രക്ഷപ്പെടാനായി കെട്ടിടത്തിൽ നിന്ന് ചാടി എല്ലുകൾക്ക് ക്ഷതം സംഭവിച്ചുമാണ് ഏറ്റവും അധികം പേർ ചികിത്സയിൽ കഴിയുന്നത്. വിഷപ്പുക ശ്വസിച്ചതിനെ തുടർന്ന് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവരും ആശുപത്രികളിലുണ്ട്. 5 ആശുപത്രികളിലായി 31 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. ഇതിൽ 25 പേർ ഇന്ത്യക്കാരും ഇവരിൽ 14 പേർ മലയാളികളുമാണ്. വെന്റിലേറ്ററിൽ ഒരു ഉത്തരേന്ത്യക്കാരനും ഒരു ഫിലിപ്പൈൻ സ്വദേശിയും മാത്രമാണുള്ളത്. അൽജാബിർ ആശുപത്രിയിൽ ICUവിൽ കഴിയുന്ന മലയാളിയായ സുരേഷ് കുമാർ നാരായണൻ പിള്ളയുടെ ആരോഗ്യനില കൂടുതൽ മെച്ചപ്പെട്ടു. അൽ-അദാൻ ആശുപത്രിയിൽ 5 മലയാളികൾ, മുബാറക് ആശുപത്രിയിൽ 5, അൽജഹ്റ 2, ഫർവാനിയ 1, അൽജാബിർ 1 എന്നിങ്ങനെയാണ് ചികിത്സയിലുള്ള മലയാളികളുടെ കണക്ക്. ജനറൽ വാർഡുകളിൽ കഴിയുന്ന കൂടുതൽ പേർക്ക് ഇന്ന് രാത്രിയോടെ ആശുപത്രി വിടാനാകും. ഇവർക്ക് വിശ്രമം വേണ്ടതിനാൽ കൂടുതൽ മെച്ചപ്പെട്ട താമസ കേന്ദ്രത്തിലേക്ക് മാറ്റാനാണ് NBTC കമ്പനിയുടെ തീരുമാനം. ആശുപത്രി വിട്ടെത്തുന്നവരിൽ നിന്നും കുവൈറ്റ് സിവിൽ ഡിഫൻസ് അപകടത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ആരായും. മലയാളികളുടെ കാര്യത്തിൽ പൂർണ്ണമായ ആശ്വാസം. അപകടനില എല്ലാവരും തരണം ചെയ്തു. ഇതോടൊപ്പം തന്നെ ആശുപത്രി വിട്ടുവരുന്നവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുമുണ്ട് കമ്പനി. ക്യാമറാമാൻ മുഷീർ കൊടിയിലിനൊപ്പം സുരേഷ് വെള്ളിമുറ്റം, മാതൃഭൂമി.